വിശുദ്ധവാരത്തിലെ ഈ ചൊവ്വാഴ്ച നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ യൂദാസും പത്രോസുമാണ്. ഇന്നത്തെ സുവിശേഷം അവരെക്കുറിച്ചാണ്. യൂദാസ് അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് പുറത്തേക്ക് പോയത്രേ. കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് പോയ യൂദാസ്, തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് അതിൻ്റെ 30 വെള്ളിക്കാശുമായി പുറത്തേക്ക് പോയ യൂദാസ്. ഇന്ന് എന്നെ നീ ഉപേക്ഷിക്കുന്നതുവരെ, തള്ളിപ്പറയുന്നതുവരെ കോഴി 3 പ്രാവശ്യം കൂവുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനങ്ങളും നമ്മൾ ഓർക്കുന്നു. ഈശോയെ തള്ളിപ്പറയാനിരിക്കുന്ന പത്രോസ്. ഈ രണ്ട് വ്യക്തിത്വങ്ങളും പ്രിയപ്പെട്ടവരെ വിശുദ്ധവാരത്തിൽ വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഗുരുവിൻ്റെ കൂടെ കാര്യസ്ഥനായി നടന്ന് പക്ഷേ സമ്പത്തിലേക്ക് കൂപ്പുകുത്തി വീണ് ഗുരുവിനെ വരെ വിറ്റു കാശാക്കാൻ സന്നദ്ധനായ യൂദാസ്. ഒന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. കാരണം തനിക്കൊരു വിലയുമില്ല എന്ന് ഒടുവിൽ ആ നിഗമനത്തിൽ അദ്ദേഹം എത്തി. എന്താ കാരണം? ഗുരുവിന് അയാൾ വിലയിട്ടു 30 വെള്ളിക്കാശ്. പിന്നെ അയാൾ ഇട്ട വിലകളെല്ലാം ഭാര്യയ്ക്ക്, മക്കൾക്ക്, കുടുംബത്തിന്, ബന്ധങ്ങൾക്ക്, സൗഹൃദങ്ങൾക്ക്, സമൂഹത്തിന് ഇട്ട വിലകളെല്ലാം അതിന് താഴെയാണ്. ഒടുവിൽ തൻ്റെ വിലയോ 0. എന്നാൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷേ ആ പത്രോസ് മനം നൊന്തു കരഞ്ഞു, പുറത്തുപോയി മനം നൊന്തു കരഞ്ഞു. അത് പത്രോസിൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചു. മൂല്യത്തകർച്ചയും മൂല്യവർദ്ധനവും, അതാണ് ഇന്നിൻ്റെ ധ്യാന വിഷയം. കർത്താവായ ഈശോയെ, ഞങ്ങൾ യൂദാസായോ പത്രോസായോ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ഇനി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. കർത്താവെ, ഞങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കണമേ. ആമേൻ.